KNT Silks. മലപ്പുറം ജില്ലയിൽ ഇതുവരെ സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. നിലവിൽ ഗുരുതര സാഹചര്യമാണുള്ളത്. കൊണ്ടോട്ടി മേഖലയിലാണ് ഈ സാഹചര്യം നിലനിൽക്കുന്നത്. ഇവിടെ 468 പേർക്ക് നടത്തിയ പരിശോധനയിൽ 112 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും ഇന്നത്തെ ഫലങ്ങൾ കൂടി വന്ന ശേഷം കൊണ്ടോട്ടി താലൂക്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പരിശോധിക്കുമെന്നും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ പറഞ്ഞു. ഇതിൽ നമുക്ക് ഏറ്റവും സീരിയസ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ടെസ്റ്റുകളാണ്. അവിടെയാണ് നമുക്ക് കൂടുതൽ ടെസ്റ്റ് കൂടുതൽ പോസിറ്റീവ് കേസിൻ്റെ എണ്ണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ almost out of 468 antigen tests plus RT-PCR രോഗം ലക്ഷണങ്ങൾ ഉള്ളവരുടെ കൂടെ ചെയ്ത RT-PCR ടെസ്റ്റ് അടക്കുമ്പോൾ we have done 468 tests. ആ 468 ടെസ്റ്റിൽ നമുക്ക് കിട്ടിയത് 112 പോസിറ്റീവ് കേസസ് ആണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അത് മുനിസിപ്പാലിറ്റി അകത്ത് തന്നെ അറൗണ്ട് 67 കേസസും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു 38 കേസസും പിന്നെ കുളിമണ്ണൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നും അങ്ങനെ കണ്ണമംഗലത്തിലെ ഒന്നും പിന്നെ നെടിയിരുപ്പ് ഗ്രാമപഞ്ചായത്തിലെ 5ഉമാണ്. അങ്ങനെയാണ് നമുക്ക് 112 കേസസ് ആണ് കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം എയ്തർ കോണ്ടാക്ട്സോ ഇല്ലെങ്കിൽ ആ ഫിഷ് മാർക്കിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഒരു കോണ്ടാക്ട് അവിടുത്തെ ജോലി ചെയ്തവരുടെ പ്രൈമറി കോണ്ടാക്ട് ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി കോണ്ടാക്ട് ആയിട്ടോ അവർ കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര കേസ് കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് 26.7% ആണ് നമ്മളുടെ ടെസ്റ്റിൻ്റെ എണ്ണവും പോസിറ്റീവായിട്ട് കിട്ടിയതിൻ്റെ എണ്ണവും ഉള്ളത്. സോ അതിനു വേണ്ടിയാണ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കേസുകൾ എണ്ണം ടോട്ടൽ നമ്മൾ ചെയ്തത് 766 ടെസ്റ്റാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് ഓൺലി 23 കേസസ് ആണ്. അത് വളരെ ഒരു ആശ്വാസിക്കുന്ന ഒരു കാര്യമാണ്. ലെസ് ദാൻ 3% നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു വെരി നല്ല ഒരു ആശ്വസിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് രണ്ടുകൊണ്ടാണ് ഈ രണ്ട് മുനിസിപ്പാലിറ്റിയും നമ്മൾ കർശന നിയന്ത്രണങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഐ തിങ്ക് ടുഡേ 6th day വിൽ ബി റിവ്യൂയിങ് ടുമോറോ ഓൾസോ ഓൺ ദാറ്റ്. പിന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ തന്നെ അറിയാം, നേരത്തെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ 3 പ്രവേശം കർശന നിയന്ത്രണങ്ങളായിട്ട് കംപ്ലീറ്റ് ആൻഡ് സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ ജനങ്ങളും അവിടുത്തുള്ള ജനപ്രതിനിധികളും ഒരുപാട് സഹായിച്ചിരുന്നു. സോ അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ചെക്ക് ചെയ്തിട്ടോ വേർ ഇസ് എ ഡോക്ടേഴ്സ്, വേർ ഇസ് എ ഫെസിലിറ്റി. സപ്പോസ് ഒരു CFLTസിൽ ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലായി എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഒന്നുകൂടി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ CFLTസും 248 CFLTസും മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ അവിടുത്തുള്ള മെഡിക്കൽ ഓഫീസർ, അത് PHC ആയിരിക്കാം, ഫാമിലി ഹെൽത്ത് സെൻ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലായിരിക്കാം, അവിടുത്തുള്ള ഡോക്ടേഴ്സ് തന്നെ കൺവീനിയർ ആയിട്ടുണ്ട്. പിന്നെ അവിടുത്തുള്ള സദ്യ ശിശുവിഭരണ സ്ഥാപനത്തിൻ്റെ അധികൃതരാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റീൻ്റെ ചെയർമാൻ. ഈ കമ്മിറ്റിയും പിന്നെ DMO പ്ലസ് DDP അടക്കമുള്ള ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് HR, മാൻ പവർ, ഡോക്ടേഴ്സ്, പാരാമെഡിക്സ്, സ്റ്റാഫ് നഴ്സസ്, ക്ലീനിങ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള കുടുംബശ്രീയിലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവിധ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമേജോടെ കോർഡിനേറ്റ് ചെയ്ത് മിക്കവാറും ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് ആയിരിക്കും. സോ അത് ഓരോ രീതിയിലാണ് ഒരു ടെക്നിക്കലായിട്ട് തന്നെ നമ്മൾ ആ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 100% സേഫ് ആയിരിക്കും, സെക്യൂർഡ് ആയിട്ടിരിക്കും. അതുപോലെ സപ്പോസ് വൺസ് യു സ്റ്റാർട്ട് അഡ്മിറ്റിംഗ് പീപ്പിൾ ഇൻ ദോസ് സേഫ്റ്റി ദെൻ ദർ ഇസ് എ പോലീസ് പ്രൊട്ടക്ഷൻ ഓൾസോ വിൽ ബി ദർ ഇൻ ഈച്ച് CFLTs. അതുകൊണ്ട് ഒരു ആശങ്കവും വേണ്ട, എല്ലാ CFLTസിലും ഡോക്ടേഴ്സും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ സപ്പോസ് ഇൻ കേസ് വി എനി ഇഷ്യൂസ് ഓൺ സപ്പോസ് ഒരാൾ ക്രിട്ടിക്കലായിപ്പോയി, അതിനുവേണ്ടി പ്രോപ്പറായിട്ട് അവൈലബിലിറ്റി ഓഫ് ആംബുലൻസ്, അത് നമ്മളുടെ 108, പിന്നെ വിവിധ NGOസുടെ ആംബുലൻസ്, പിന്നെ IMAൻ്റെ ആംബുലൻസ്, IMA ഒരുപാട് സഹായിക്കുന്നുണ്ട് ആംബുലൻസ് കാര്യങ്ങളിൽ, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസ്, പിന്നെ ഒരുപാട് സ്വകാര്യ വ്യക്തികൾ ഇൻഡിവിജ്വലായിട്ട് ആംബുലൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കൺസോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, കവറിങ് ദിസ് 248 CFLTs. അതുകൊണ്ട് ഇൻ കേസ് ഈ ഒരു ലെറ്റ്സ് ഒരു
പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു CFLTസ്ക്ക് ഏതെങ്കിലും ഒരു രോഗിക്ക് ക്രിട്ടിക്കൽ കണ്ടീഷൻ എങ്കിൽ there is a document clearly says what needs to be done and where it should be taken to, what treatment it has to be given. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ SOP രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇനി വരില്ല ഇൻ കേസ് ഇനി എമർജൻസി വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെൻറ് ഓഫ് കേരളയുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവേണ്ടി ഇന്നും ആഫ്റ്റർ 3 o'clock വി ഹാവ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ആൾമോസ്റ്റ് ഒരു 700 to 800 ബെഡ്സ് അവരും അവൈലബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. MES, സൺറൈസ് ഹോസ്പിറ്റൽ, പിന്നെ ശ്രീവത്സം ഹോസ്പിറ്റൽസ്, അങ്ങനെ പിന്നെ EMS ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ മീംസ് അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലിയർ മോർ ദാൻ 800 ബെഡ്സാണ് നമുക്ക് നിലവിൽ അവൈലബിലിറ്റി ഉണ്ട്. അതും ഇറ്റ് കുഡ് ബി എ കോവിഡ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽ. സപ്പോസ് ഇപ്പോൾ അവർക്ക് ICUs ഉണ്ട്, വെന്റിലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻ അഡീഷൻ ടു ഗവൺമെൻറ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസ് വിൽ ബി ട്രീറ്റിംഗ് ദോസ് ഹോസ്പിറ്റൽസ് ഓൾസോ. കോവിഡ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസും അവരുടെ സഹായവും CFLTസ്ക്ക് നമ്മൾ ഉപയോഗിക്കും ബേസ്ഡ് ഓൺ ദ നിയറസ്റ്റ് ലൊക്കേഷൻ. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള നിയറസ്റ്റ് ലൊക്കേഷൻ അനുസരിച്ച് വിൽ ബി ഹെൽപ്പ് യൂസിങ് ദോസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓൾസോ ഫോർ ഹബ് ആൻഡ് സ്പോക്ക് മെത്തേഡ് ഇൻ അവർ എക്സിസ്റ്റിംഗ് CFLTs വേണ്ടി. സോ അതുകൊണ്ട് വി ആർ റെഡി. അതുപോലെ ടെസ്റ്റ് കിറ്റിൻ്റെ എണ്ണം ഒരു ആശയക്കുഴപ്പം നേരത്തെ ഉണ്ടായിരുന്നു. വി ആർ ആൾമോസ്റ്റ് റിസീവിങ് 3,000 to 4,000 കിറ്റ്സ് എവറി ഡേ. സോ അതുകൊണ്ട് we are already doing more than 1,000 tests every day. സോ നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലെവറേജ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ടെസ്റ്റ് മോർ ദാൻ 1,500 to 2,000 ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് മാൻ പവർ മറ്റു കാര്യങ്ങളും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ജനറലായിട്ട് കോവിഡിൻ്റെ സ്റ്റേറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ കോവിഡ് ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ 2 കൊല്ലങ്ങളായി നോക്കുമ്പോൾ നമുക്കൊരു പ്രളയം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ കോവിഡ് സിറ്റുവേഷനിൽ എങ്ങനെ പ്രളയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വി കാറ്റഗറൈസ്ഡ് അവർ ക്യാമ്പ്സ് വിത്ത് 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അത് കൂടുതൽ പ്രായമുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടും നോർമൽ ജനങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെ ഒരു ഫാമിലി മൾട്ടിപ്പിൾ ഫാമിലീസ് ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർക്കുള്ള രോഗവ്യാപനം തടരാതിരിക്കാൻ വേണ്ടി ഒരു വിവിധ കണ്ടീഷനിലാണ് വി ഹാവ് ഐഡൻറ്റിഫൈഡ് 511 ക്യാമ്പ്സ് with the help of both revenue and as well as not only revenue that is സ്ഥാപനങ്ങൾ പ്ലസ് മെഡിക്കൽ ഓഫീസ് ഇവർ 3 പേരും സ്ഥലം സംഘടിച്ച് ഓക്കെ എന്ന് പറഞ്ഞ സ്ഥലമാണ് 511 ക്യാമ്പ്സ് ആണ് ജില്ലയിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ 80,000 പീപ്പിൾസ് വി ക്യാൻ അക്കോമഡേറ്റ് ഇൻ കേസ് ഏതെങ്കിലും അൺവാണ്ടഡ് ഇൻസിഡൻറ്റ് നമ്മുടെ ജില്ലയിൽ നടന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെല്ലാവരും ഈശ്വരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വി ഡോണ്ട് വാണ്ട് വൺ മോർ ഫ്ലഡ് ഉൾപ്പെടെല്ലാം നമുക്ക് വേണ്ട. ബട്ട് ഇൻ കേസ് ഇൻസിഡൻറ്റ് വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി വെരി എഫക്റ്റീവ്ലി. അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രളയം ഒരു വെള്ളപ്പൊക്കം വന്ന ശേഷം റീച്ച് ചെയ്യാൻ പറ്റില്ല. അതുവേണ്ടി എല്ലാ തഹസിൽദാർമാർക്കും ഇൻസിഡൻറ്റ് കമാൻഡറായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ they are conducting a meeting tomorrow we will also take around 30 to 60 boats from a fisheries department and put it in a different places just to ensure that നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം ഒറ്റപ്പെട്ട് പോകരുത്. we should be able to reach it immediately within ഒരു half an hour അല്ലെങ്കിൽ ഒരു 45 minutes റീച്ച് ചെയ്യണം. അതിനു വേണ്ടി 60ഓളം ബോട്ടുകളാണ് നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ വിതരണം എടുത്ത് പർട്ടിക്കുലർ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസറും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാവരും സംസാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലത്തെ ചൂസ് ചെയ്തിട്ട് വിൽ ബി പാർക്കിംഗ് ഇറ്റ്. അതുപോലെ വിത്ത് മാൻ പവർ ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറിയാനുള്ള ആൾക്കാരും വേണം. അതിനു വേണ്ടി ഈ വിത്തിൻ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് വിൽ ബി കംപ്ലീറ്റിംഗ് ദാറ്റ് എക്സസൈസ് ഓൾസോ. സോ ഇൻ കേസ് ഏതെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി എഫക്റ്റീവ്ലി. ലാസ്റ്റ് ഇയറിൽ പഠിച്ച നമ്മളൊരു ലെസൺ ആണിത്. ഇതാണ് ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ കുറച്ചും കൂടി കൂടുതൽ കേസുകൾ എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ നമ്മളുടെ കൾച്ചർ നമ്മളുടെ ടോപ്പോഗ്രാഫി ഡിസ്ട്രിക്റ്റിൻ്റെ ടോപ്പോഗ്രാഫി എല്ലാം നോക്കിയിട്ട് DDMA ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി
approved few additional restrictions. അതാണ് സപ്പോസ് ഒരു എല്ലാ ഷോപ്സും രാവിലെ 7 മണി മുതൽ 6 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. In addition to what is there in the containment zones. Plus എല്ലാ ഷോപ്സിലും മിനിമം ശാരീരിക അകലം പാലിക്കുന്ന രീതിയിൽ എല്ലാവരും ഒരു മിനിമം ഒരു 10 സ്പേസ് എങ്കിലും കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് ഓൺ ഗ്രൗണ്ടിൽ മാർക്കിംഗ് ചെയ്തിരിക്കണം. അതുപോലെ മാസ്കും ജനങ്ങൾ ആവശ്യമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ്. അതുപോലെ ഷോപ്പിൽ ഉള്ളവർ മാസ്ക് ഉറപ്പായിട്ട് ധരിക്കേണ്ടതാണ്. അതുപോലെ സോപ്പ്, സാനിറ്റൈസർ പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവൈലബിലിറ്റി ഉണ്ടാകണം. അത് ബാങ്ക് അടക്കം ATM അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ക്ലിയർ കട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് തട്ടിക്കടകൾ നമ്മുടെ ജില്ലയിലുണ്ട്. തട്ടിക്കടകൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടകളുണ്ട്. നാം തന്നെ കണ്ടു പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കൂട്ടങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ വേണ്ടിയും എല്ലാ ബിറ്റ്വീൻ 2 ഷോപ്സ് മിനിമം 10 മീറ്റർ ഗ്യാപ്പ് എങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് റെസ്ട്രിക്ഷൻ 4-5 ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ രാവിലെ മുതൽ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതുപോലെ ഹോട്ടൽസും തട്ടുകട, ബേക്കറീസ്, ചായക്കട എന്നുള്ളവരുള്ള ഭക്ഷണ ഡൈനിങ് അലൗ ചെയ്യാൻ പാടില്ല. ഓൺലി ഫോർ ടേക്ക് അവേ. ഹോം ഡെലിവറി ആയാലും എനി ടേക്ക് അവേ, ഇത് 2 മാത്രമേ അലൗ ചെയ്യാൻ പറ്റൂ. അത് രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ അത് അലൗഡ് ആകും. ഇങ്ങനെയുള്ള കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് പെരുന്നാളാണ്, ബക്രീദിന് പെരുന്നാളാണ്. അതിൽ ഒരുപാട് ആൾക്കൂട്ടം ചേരാനുണ്ട് മസ്ജിദുകളിൽ. അത് മാസ്കിൽ മിക്കവാറും അതുപോലെ മാസ്കുകൾ പരമാവധി എണ്ണം 100 മെമ്പേഴ്സാണ്. അത് സൈസ് അനുസരിച്ചാണ്. ഓക്കെ, ഒരു വലിയ മാസ്ക് മാക്സിമം 100 ആണ്. അത് മിക്കവാറും ഒരു അതിൻ്റെ മാസ്കിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 20, 30, 50 ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അത് ഓരോരോ വിത്ത് പ്രോപ്പർ ഫോളോയിങ് പ്രോപ്പർ ഗൈഡ്ലൈൻസ് ഓഫ് കോവിഡ് ഗൈഡ്ലൈൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. പിന്നെ ഒരുപാട് ബലി തർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആൾക്കൂട്ടം ചേരാൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മിക്കവാറും ചേരുന്നത് 5 പേരായിരിക്കും. പരമാവധി 5 പേരാണ് ചേരേണ്ടത്. സോ ദാറ്റ് ഈസ് വെരി വെരി ക്ലിയർ. അത് എല്ലാ മത നേതാക്കളോടും നമ്മൾ ആൾറെഡി സംസാരിച്ചു, ജനപ്രതിനിധികളോടും സംസാരിച്ചു. ഇത് വി ഹാവ് ടേക്കൺ എല്ലാം ഉന്നാനിമസ് ആയിട്ട് ഇത് എടുത്ത ഒരു തീരുമാനമാണ്. നമ്മുടെ ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഒരു മത നേതാക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൂടെ തന്നെ നമ്മുടെ ജില്ലയിൽ എല്ലാ മത സംഘടനകളോടും സംസാരിച്ചു, ജനപ്രതിനിധികളോടും സംസാരിച്ച് എടുത്ത തീരുമാനമാണ്. അങ്ങനെ സ്ലാട്ടർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പരമാവധി 5 പേർ തന്നെ ഉണ്ടാകണം. കൂടുതൽ ആൾക്കൂട്ടം ചേരാൻ പാടില്ല. അത് പോലീസ് വിൽ മോണിറ്റർ ഇറ്റ് വെരി പ്രോപ്പർലി. അതുകൊണ്ട് അങ്ങനെ 5 പേർ ചേരുന്ന സ്ഥലങ്ങളിൽ കോവിഡ് ഗൈഡ്ലൈൻസ് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല. ഇതാണ്. പിന്നെ ഈ ബക്രീദ് പെരുന്നാൾ കൊണ്ട് 30-31 ഈ ഇറച്ചി കടകൾ നമ്മൾക്ക് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പുറത്ത് പ്രോപ്പർ ഗൈഡൻസ്, അതുപോലെ ശാരീരിക അകലം പാലിക്കേണ്ടതുണ്ട്, പിന്നെ മാസ്ക് ഇടുന്നുണ്ട്. അങ്ങനെയുള്ള റെഗുലർ പ്രോപ്പർ കോവിഡ് ഗൈഡൻസ് പാലിച്ചിട്ട് ഈ 2 ദിവസങ്ങൾ മാത്രം ഒരു റിലാക്സേഷൻ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് DDA. വിവാഹം മൈ സ്വീറ്റസ്റ്റ് ഫാന്റസി. ദിവാസ്വപ്നങ്ങളല്ല, ഉറച്ച നിലപാടുകളാണ് എന്റെ സൗന്ദര്യം. ട്രഡിഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. ചില സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു കുസൃതികൾ, നിർവചിക്കാനാവാത്ത ചില ബന്ധങ്ങൾ, ഇതിനെല്ലാം താങ്ങായി നിന്നവർക്കൊപ്പമുള്ള ഈ ആഘോഷം എനിക്ക് ആനന്ദമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് വേണ്ടി നെയ്തെടുത്ത ഈ ഡിസൈനർ വസ്ത്രം അണിയും പോലെ ആനന്ദം. ഡിസൈനർ വെഡിംഗ് സ്റ്റോറീസ്, KMT Silks.